Today I am in front of you with a beautiful topic, cyclotron. So what is cyclotron? Cyclotron is used to accelerate charge particle. Charge particle ne high speed accelerate ചെയ്യാൻ rotate ചെയ്യാൻ ഉപയോഗിക്കുന്ന device ആണ് cyclotron. So cyclotron is used to accelerate charge particle. Okay, accelerate charge particle. Then what is the principle of this cyclotron? Principle is a charge particle can accelerate continuously in a varying electric field. Varying electric field lode charge particle എന്ത് ചെയ്യാൻ പറ്റും? Accelerate ചെയ്യാൻ പറ്റും with the help of magnetic field. മനസ്സിലായോ? Magnetic fieldന്റെ ഹെൽപ്പോട് കൂടി ഒരു ചാർജ് പാർട്ടിക്കിളിന് എന്താ varying electric fieldലൂടെ continuously accelerate ചെയ്യുന്നു. That is the principle of cyclotron. So for accelerating electric charge particle we need electric and varying electric field and varying magnetic field. So this is the principle of cyclotron. Okay, so this is the construction of cyclotron. Okay, construction നോക്കിയേ. ഇവന്റെ പടം നിങ്ങൾ കണ്ടോ? രണ്ട് ഡീസ് എന്ന് പറയും. ഡീസ്, DEES, ഡീസ്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ഡി ആൻഡ് സെക്കൻഡ് ഡി. ഡി ഷേപ്പ് ഉള്ള ഹോളോ എന്താണ് ഒരു ഹോളോ ആയിട്ടുള്ള ഒരു മെറ്റാലിക് ബോഡിയാണ് ഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഹൈ ഫ്രീക്വൻസി ഓസിലേറ്റർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് കിട്ടാൻ വേണ്ടി ഹൈ ഫ്രീക്വൻസി ഓസിലേറ്റർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ നമുക്ക് ഇവിടെ ചാർജ് ഉണ്ട്. ഏത് ചാർജിലാണോ ആക്സിലറേറ്റ് ചെയ്യുന്നത് ചാർജ് ഈസ് പ്ലേസിംഗ് ഇൻ ദ സെന്റർ. അത് ആക്സിലറേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്താ അവിടെ ഒരു വിൻഡോ ഉണ്ട്. ആ വിൻഡോ വഴി ചാർജ് പാർട്ടിക്കിൾ എന്താ എവിടെയാണോ വന്ന് ഇടിക്കേണ്ടത് ആ ടാർഗറ്റിലേക്ക് വന്ന് വീഴും. ഓക്കെ, സോ ഇതിന്റെ ഒരു കൺസ്ട്രക്ഷൻ ഡയഗ്രാം ഞാൻ കാണിച്ചു തരാം. സോ നമ്മൾ പറഞ്ഞു ഇതാ നോക്കി, ഇതാണ് അതിന്റെ ഒരു ഡയഗ്രാം എന്ന് പറയുന്നത്. ഉണ്ടോ നിങ്ങൾക്ക്? ഇതാണ് അതിന്റെ വലിയ വ്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നുണ്ട്. നമുക്ക് രണ്ട് ഡീസ് ഉണ്ട്. ഡി ഷേപ്പ് ആയിട്ടുള്ള ഹോളോ മെറ്റാലിക് സ്പിയർ ആണ് അത്. ഈ മൊത്തം ഇതെന്താണ് ഈ സെറ്റപ്പ് മൊത്തം വെച്ചിരിക്കുന്നത് ഒരു വലിയൊരു ഗ്ലാസ് ട്യൂബിനകത്ത് വെച്ചിരിക്കുന്നത്. വലിയൊരു ഗ്ലാസ് ആയിട്ടുള്ള ചേമ്പറിനകത്ത് വെച്ചിരിക്കുന്നത്. ചേമ്പറിനകത്ത്. ഓക്കെ, ഇത് അതിന്റെ വേറൊരു വ്യൂ ആണ് കാണിച്ചിരിക്കുന്നത്. കണ്ടോ? ഇത് നോക്കി നമ്മുടെ ഈ പറഞ്ഞ നോക്കി ഇവിടെ കാണുന്നത് മനസ്സിലാവും. ഇത് വെച്ചിരിക്കുന്ന ബിറ്റ്വീൻ ഇറ്റ് ഈസ് പ്ലേസ് ബിറ്റ്വീൻ ടു മാഗ്നറ്റ്. This means the cyclotron means the D's are placed in between two magnets. കണ്ടോ? നോക്കിയേ, നമ്മൾ ഹൈ ഫ്രീക്വൻസി ഓസിലേറ്റർ ഉണ്ട്. നമ്മൾ ചാർജ് പാർട്ടിക്കിൾ ഇതിനകത്ത് വെക്കുവാണ്. പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ് ആയിട്ട് നമ്മൾ ചാർജ് പാർട്ടിക്കിളിനെ വെക്കുവാണ്. അപ്പൊ എന്ത് ചെയ്യും? ഇതിനകത്ത് വന്ന് ആക്സിലറേറ്റ് ചെയ്യും. ആക്സിലറേറ്റ് ചെയ്യുന്ന ചാർജ് പാർട്ടിക്കിൾ നോക്കിയാൽ ഈ വിൻഡോ വഴി പുറത്തേക്ക് എന്താ ടാർഗറ്റിലേക്ക് വന്ന് സ്ട്രൈക്ക് ചെയ്യും, ഇടിക്കും. ഓക്കെ, മനസ്സിലായോ? അപ്പൊ നമ്മൾ ചാർജ് പാർട്ടിക്കിളിനുണ്ട് ഇങ്ങനെ ആക്സിലറേറ്റ് ചെയ്യും. ഓക്കെ, ചാർജ് പാർട്ടിക്കിളിനെ ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ പറഞ്ഞ എന്താണ് സൈക്ലോട്രോൺ യൂസ് ചെയ്യുന്നത്. നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഇലക്ട്രിക് ഫീൽഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ഹൈ ഫ്രീക്വൻസി ഓസിലേറ്റർ കണ്ടോ? ഹൈ ഫ്രീക്വൻസി ഓസിലേറ്റർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഡയഗ്രാം കണ്ടല്ലോ. അപ്പൊ ഡീസ് ഉണ്ട്. ചാർജ് പാർട്ടിക്കിളിനെ വെക്കുവാണ്. അത് ഇങ്ങനെ എന്താ ആക്സിലറേറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് എന്താണ് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഹൈ ഫ്രീക്വൻസി ഓസിലേറ്റർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ലാസ്റ്റ് എന്താ നമുക്ക് എന്താ പിന്നെ ഇത് മൊത്തം വെച്ചിരിക്കുന്ന ഒരു വലിയൊരു ഗ്ലാസ് ചേമ്പറിനകത്താണ്. അപ്പുറത്ത് ഇപ്പുറത്ത് ഒന്നുണ്ട് നമുക്ക് മാഗ്നറ്റ് ഉണ്ട്. അതിനടുക്കാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഈ പറഞ്ഞ ഈ ഡീസ് വെച്ചിരിക്കുന്നത്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്നത് ഈ മാഗ്നറ്റ് ആണ്. ഇനി ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്നത് ഹൈ ഫ്രീക്വൻസി ഓസിലേറ്റർ ആണ്. അവസാനം ഈ ചാർജ് പാർട്ടിക്കിൾ നല്ല സ്പീഡിൽ ആക്സിലറേറ്റ് ചെയ്യും അല്ലെ? അങ്ങനെ ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് എന്താണ് വി ആർ യൂസിങ് സൈക്ലോട്രോൺ. സോ ദിസ് ആക്സിലറേറ്റിംഗ് പാർട്ടിക്കിൾ ലാസ്റ്റ് എന്ത് ചെയ്യും? അത് എവിടെയാണോ ആ ഒരു വിൻഡോ വഴി എന്താ ടാർഗറ്റിലേക്ക് വന്ന് സ്ട്രൈക്ക് ചെയ്യും. ഓക്കെ, സോ ദിസ് ഈസ് എ കൺസ്ട്രക്ഷൻ. ക്ലിയർ? 2 Ds, D1 and D2, high frequency oscillator, placed between two magnets. താഴെ മുകളിലും മാഗ്നറ്റ് ഉണ്ടാവും. പിന്നെ ഒരു വലിയ ചേമ്പറിനകത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ടാർഗറ്റിലേക്ക് എന്താണ് ലാസ്റ്റ് പാർട്ടിക്കിൾ വന്ന് സ്ട്രൈക്ക് ചെയ്യും. ക്ലിയർ? കൺസ്ട്രക്ഷൻ. സോ കൺസ്ട്രക്ഷൻ നിങ്ങൾ ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, ഡീസ് നോക്കിയാൽ നമ്മുടെ ഈ മൊത്തം സെറ്റപ്പ് എന്താ ബിറ്റ്വീൻ രണ്ട് മാഗ്നറ്റ് നടക്കാൻ വെച്ചിരിക്കുന്നത്. കണ്ടോ? നോക്കിയത് രണ്ട് ഡീസ് ഉണ്ട്. ചാർജ് പാർട്ടിക്കിൾ നടുക്കുണ്ട്. അതിങ്ങനെ എന്താ മാഗ്നറ്റിക് ഫീൽഡ് വെക്കുമ്പോൾ എന്താ ആക്സിലറേറ്റ് ചെയ്യും. ദ മോഷൻ ഓഫ് ദി പാർട്ടിക്കിൾ ഈസ് സർക്കുലർ. അതിന്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്യാൻ വേണ്ടി വി ഹാവ് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടി വി ഹാവ് ഹൈ ഫ്രീക്വൻസി ഓസിലേറ്റർ. ടാർഗറ്റ് വഴി പുറത്തേക്ക് വരും. മീൻസ് വിൻഡോ വഴി പുറത്തേക്ക് വന്ന് ടാർഗറ്റിൽ ഇടിക്കും. ഓക്കെ, ഇതിന്റെ വർക്കിംഗ് ഒന്ന് നമുക്ക് പറയാം. വാട്ട് ഇസ് വർക്കിംഗ്? ഓക്കെ, നമുക്ക് ഈ ഡീസ് ഇല്ലേ, ഡീസ്
the d1, d2. Right? Suppose we have a charge particle of charge positive. അപ്പോൾ എന്തായിരിക്കും ഇതിന്റെ ചാർജ് ഫസ്റ്റ് എന്താ ഈ ഫ്രീക്വൻസി ഓസിലേറ്റർ വെച്ച് നമുക്ക് ചാർജ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ എന്താണ് ഇത് എന്താവും ഫസ്റ്റ് നെഗറ്റീവ് ആവും. അപ്പൊ ചാർജ് പാർട്ടിക്കിൾ എന്തായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ചാർജ് പാർട്ടിക്കിൾ സർക്കുലർ പാത്ത് അല്ലേ. സോ എന്താ അതാ നേരെ എങ്ങോട്ട് വരും ഇവിടെ വരും. ഓക്കെ, അതിനുശേഷം എന്താ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യും. ഇതിന് പുറത്തേക്ക് വരുമ്പോൾ എന്താ ഇത് പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾ. അപ്പൊ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യണമെങ്കിൽ ഇത് എന്ത് ചാർജ് ആവണം. അപ്പൊ ചാർജ് റിവേഴ്സ് ആവും. അതായത് ഇതിനെന്താവും d2 എന്തായി മാറും നെഗറ്റീവ് ആയിട്ട് മാറും, d1 എന്തായിട്ട് മാറും പോസിറ്റീവ് ആയിട്ട് മാറും. അപ്പൊ ഈ ചാർജ് പാർട്ടിക്കിൾ എന്ത് ചെയ്യും നേരെ ഇങ്ങോട്ടേക്ക് കയറും. നൗ ഇത് പുറത്തേക്ക് വരുമ്പോൾ എന്താ ഇപ്പൊ എന്താ ഇതെന്തായിട്ട് മാറും നെഗറ്റീവായിട്ട് മാറും. അപ്പൊ നെഗറ്റീവായിട്ട് മാറും. അപ്പൊ എന്താ പോസിറ്റീവായിട്ടും. അപ്പൊ എന്താ ഈ പാർട്ടിക്കിൾ ഇങ്ങോട്ടേക്ക് കയറും. അപ്പൊ ഇങ്ങനെ എന്താ ഇതിങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് എന്താ ഈ വിൻഡോ വഴി നേരെ പുറത്തേക്ക് വന്ന് ടാർജറ്റിലേക്ക് ഇടിക്കും. മനസ്സിലായോ? ക്ലിയർ ആയോ? പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾ ഇങ്ങോട്ട് വരണമെങ്കിൽ ആദ്യം എന്തായിട്ട് മാറും നെഗറ്റീവായിട്ട് മാറും. അപ്പൊ ഇങ്ങോട്ട് വന്നു. ഇനി ഇവിടെ വരുമ്പോൾ എന്താ ഇങ്ങോട്ട് വരണമെങ്കിൽ എന്തായിട്ട് മാറണം ഈ പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾ. ഇത് നെഗറ്റീവ് ആണ്. അപ്പൊ ഇത് നെഗറ്റീവ് ആവും. ഇങ്ങോട്ട് വരും. പിന്നെ ഇവിടെ വരുമ്പോൾ എന്താവും വീണ്ടും ഇത് എന്തായിട്ട് മാറും നെഗറ്റീവായിട്ട് മാറും. അങ്ങനെ എന്താ polarity റിവേഴ്സ് ചെയ്തിരിക്കും. ക്ലിയർ? So next we are going to discuss the theory of the cyclotron. So suppose we have a particle of mass m having charge q and the velocity of the particle is v. So ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ നമ്മൾ എന്താണ് ഈ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ എന്താ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ പാർട്ടിക്കിളിന്റെ ഷേപ്പ് എന്ത് വരും മീൻസ് വെൻ ദ പാർട്ടിക്കിൾ ഈസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ദ പാത്ത് വിൽ ബി സർക്കുലർ. പാർട്ടിക്കിൾ എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് എന്താ പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കുമ്പോൾ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ ദ പാത്ത് വിൽ ബി സർക്കുലർ ആൻഡ് ദ ഫോഴ്സ് വിൽ ബി മാക്സിമം. പഠിച്ചില്ലേ? വാട്ട് ഈസ് ദ ഫോഴ്സ് വെൻ എ പാർട്ടിക്കിൾ പ്ലേസ് പെർപെൻഡിക്കുലർ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്? ദാറ്റ് ഈസ് F is equal to QVB sin theta. Okay. Then what is എപ്പോഴായിരിക്കും മാക്സിമം ഫോഴ്സ് വരുന്നത് ആ പാർട്ടിക്കിളിന്? when it plays perpendicular to the magnetic field, that is the angle between them is 90. So F is equal to QVB. Okay. അപ്പോൾ പറഞ്ഞ പാർട്ടിക്കിൾ എങ്ങനെയാ സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? പാർട്ടിക്കിൾ എന്താ മാഗ്നറ്റിക് ഫീൽഡിൽ പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കണം മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ എന്തുണ്ടാവും അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവും. എങ്കിൽ മാത്രം എന്താ പാർട്ടിക്കിളിന് മാക്സിമം ഫോഴ്സ് ഉണ്ടാകത്തുള്ളൂ. നേരത്തെ പഠിച്ചതല്ലേ ദാറ്റ്സ് ദ ഫോഴ്സ് Lorentz force, that is QVB. Clear? Then circular path move ചെയ്യും. What is another force is developing here, that is centripetal force mv square by r, mv square by r. Okay, then equating these two equations, what you get? mv square by r is equal to QVB. The v and vb cancel out, so what you get? QBr is equal to mv. We need r, that is mv by qb. So this r is known as radius of circular path. Okay, ഈ കറങ്ങുന്ന ഈ പാർട്ടിക്കിളിന്റെ റേഡിയസ് ആണ് എന്താണ്? It can be calculated the equation r is equal to mv by qb, radius of circular path. Clear? Radius of circular path. So എങ്ങനെ കണ്ടുപിടിച്ചു നോക്കിയേ? പാർട്ടിക്കിളിന് മാക്സിമം ഫോഴ്സ് വരുന്ന എപ്പോഴാ? when it plays perpendicular to the magnetic field and the particle have circular shape when also placed in perpendicular to magnetic field. So a condition വെച്ചാണ് ചെയ്തിരിക്കുന്നത്. Clear? So we get the radius of circular path r is equal to mv by qb. Now we need to calculate the time period of this particle. What is time period? Time for completing one rotation. So what is equation? You know what is time? Time is equal to distance by speed or distance by velocity. Distance by velocity. Okay, you know the distance by velocity. So what is distance? Circular path ആണ്. So what is it? That is 2 pi r. അല്ലേ? Time period is equal to 2 pi r by what is velocity? V. Here we can substitute this r here. So what is that? 2 pi mv by qb by v. Okay, so
what do you get time period? Time period is equal to 2 pi m by qb. 2 pi m by qb. Clear that? Time period, distance by velocity. What is distance? Circular path. Distance travel 2 pi r. Then r value that is me by qb. Then we solve what is time period. Time period is equal to 2 pi m by qb. Clear? 2 pi m by qb. So next is the frequency of this particle. Frequency and that is 1 by t, reciprocal of time period. So what is t? T is equal to 2 pi m, 1 by 2 pi m by qb. So what is the frequency? Frequency we get qb by 2 pi m. So മനസ്സിലായോ? So നമ്മൾ സൈക്ലോട്രോണിലെ പാർട്ടിക്കിളിന്റെ എന്താണ് റേഡിയസ്, അതിന്റെ പാത്തിന്റെ റേഡിയസ് കണ്ടുപിടിച്ചു, ടൈം പീരീഡ് ഓഫ് ദ പാർട്ടിക്കിൾ കണ്ടുപിടിച്ചു, then ഫ്രീക്വൻസി ഓഫ് ദി പാർട്ടിക്കിൾ കണ്ടുപിടിച്ചു. ഓക്കെ, ക്ലിയർ? സോ ദിസ് ഇസ് അബൌട്ട് സൈക്ലോട്രോൺ. സൈക്ലോട്രോൺ അതിന് ഉപയോഗിക്കുന്നത് പാർട്ടിക്കിളിനെ നല്ല സ്പീഡിൽ എന്താ ആക്സലറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ആക്സലറേറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേറെ ഏതെങ്കിലും പാർട്ടിക്കിൾ കൊണ്ടുവന്ന് സ്ട്രൈക്ക് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, എന്നിട്ട് അതിന്റെ സ്റ്റഡീസ് ഒക്കെ നടത്താനൊക്കെ വേണ്ടി നമുക്ക് പാർട്ടിക്കിൾ നമുക്ക് ബോംബാർഡ് ചെയ്യാനൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. ദെൻ അതിന്റെ പ്രിൻസിപ്പിൾ എന്താ? പാർട്ടിക്കിളിനെ ആക്സലറേറ്റ് ചെയ്യുന്ന എങ്ങനെയാ? കണ്ടിന്യൂസ് ആയിട്ട് എന്താ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്ത് പാർട്ടിക്കിളിനെ ആക്സലറേറ്റ് ചെയ്യും. നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്? അതിനുവേണ്ടി മാഗ്നറ്റിക് ഫീൽഡും അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, കൺസ്ട്രക്ഷൻ ഒക്കെ പറഞ്ഞു. ഡീസ് ഉണ്ട്. ഓക്കെ, ഡീസിൽ എന്താണ്? നമ്മൾ ഹൈ ഫ്രീക്വൻസി ഓസിലേറ്റർ കൊടുക്കും. നമ്മൾ വെക്കുന്ന എന്താ? ബിറ്റ്വീൻ ടു മാഗ്നറ്റിക് ഫീൽഡ് ആണ്. സോ പാർട്ടിക്കിളിനെ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വെക്കുന്നത്. എന്നാൽ മാത്രമേ സർക്കുലർ പാത്ത് കിട്ടത്തുള്ളൂ, മാക്സിമം ഫോഴ്സും കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പൊ എങ്ങനെയാണെന്ന് അറിയാമല്ലോ. പാർട്ടിക്കിൾ നമ്മൾ ആദ്യം പോസിറ്റീവ് ചാർജ് വെക്കുന്നത്. നമ്മൾ ആദ്യം ഇങ്ങോട്ട് വരുത്താൻ വേണ്ടി പോസിറ്റീവ്, ഇതിനെന്താ പോസിറ്റീവ് ആണ്, അപ്പൊ ഇങ്ങോട്ട് വരുത്താൻ വേണ്ടി നെഗറ്റീവ്. അപ്പൊ നമ്മൾ ചാർജിന് അങ്ങോട്ട് ഇങ്ങനെ മാറ്റിയാൽ മതി. പോസിറ്റീവ് ആദ്യം ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ എന്താ ചാർജ് പാർട്ടിക്കിൾ പോസിറ്റീവ് അല്ലേ, അപ്പൊ ഇങ്ങോട്ട് വരുത്താൻ വേണ്ടി ഈ ഡീനെ എന്താക്കണം? നെഗറ്റീവ് ആക്കണം. ഓക്കെ, അറിയാലോ. അതിന് ഇപ്പുറത്തേക്ക് വരുത്താൻ വേണ്ടി എന്താ? അത് നെഗറ്റീവ് ആക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ ഓൾട്ടർനേറ്റ് ചാർജ് ചേഞ്ച് ചെയ്തുകൊണ്ടുവന്ന പാർട്ടിക്കിളിനെ മൂവ് ചെയ്യിക്കും. ദെൻ അതിന്റെ റേഡിയസ് ഓഫ് സർക്കുലർ പാത്ത് ആൻഡ് ടൈം പീരിയഡ് ആൻഡ് ഫ്രീക്വൻസി. ക്ലിയർ? സൈക്ലോട്രോണിന്റെ ലിമിറ്റേഷൻസ് ആണ്. ഓക്കെ, നമുക്ക് എന്താ? ന്യൂട്രോൺ ആൻഡ് ചാർജ്ലെസ് പാർട്ടിക്കിൾ കനോട്ട് ബി ആക്സിലറേറ്റഡ് യൂസിങ് സൈക്ലോട്രോൺ. ചാർജ് ഇല്ലാത്ത പാർട്ടിക്കിളിനെയും ന്യൂട്രോണിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, കാരണം ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ പാർട്ടിക്കിൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിക്കണ്ടേ. അപ്പം ചാർജ് ഇല്ലെങ്കിൽ എന്താ? അങ്ങനെ പറ്റത്തില്ല, ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ദെൻ ഇലക്ട്രോൺ കനോട്ട് ബി ആക്സിലറേറ്റ് യൂസിങ് സൈക്ലോട്രോൺ. വൈ? ബിക്കോസ് ഇലക്ട്രോൺ എന്നാണ് ഇസ് എ മാസ്ലെസ് പാർട്ടിക്കിൾ. മാസ് വളരെ സ്മോൾ ആണ്. അതുകൊണ്ട് നമുക്ക് എന്താ? ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ എന്താ? വെരി ഹൈ സ്പീഡിൽ എന്താ ആക്സിലറേറ്റ് ചെയ്ത് പുറത്തേക്ക് പോകും. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, സോ ദിസ് ഇസ് എ ലിമിറ്റേഷൻ ആൻഡ് this is the end of our this topic, cyclotron. Hope you understand this topic. Thank you.